അല്ലല്ലോ, ഭയങ്കര അറേഞ്ച്ഡ് മാരേജ് അല്ലേ. എനിക്ക് പെണ്ണാലോചിച്ച് 4 സംസ്ഥാനം കഴിഞ്ഞ് മഹാരാഷ്ട്രക്ക് അപ്പുറം പൂനെ വരെ എത്തി ഞാൻ. പിന്നെ അവിടുന്ന് കല്യാണം കഴിച്ചത്. അല്ലൊക്കെ അറിയാവുന്ന, തനിക്കറിയാത്തതാ ഇതൊക്കെ, നാട്ടുകാർക്ക് അറിയാം. അയ്യോ എനിക്കറിയില്ല. അന്നാ പെണ്ണ് കാണാൻ പോയ സീനെന്ന് പറയോ? പെണ്ണ് കാണാൻ പോയ സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോംബെയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബോംബെയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു വണ്ടിയിൽ ഞാനും ധർമ്മജനും കൂടിയാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്. പെണ്ണ് കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി. ലോകത്തില്ലാത്തൊരു വലിയ മഴ ആ ദിവസം. അവിടെ ചെന്ന് കണ്ടിട്ട് അപ്പം തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് പോന്നു. ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ഇഷ്ടമെന്ന് പറയുന്നുള്ള ധാരണ തന്നെയാണ് പോയെ. വെറുതെ ഇന്നത്തെ കാലത്ത് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് അവിടെ ചെന്ന് കണ്ട ഒരാളെ എസ്സോർണോ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതെനിക്കറിയായിരുന്നു, ഞാനിത് തന്നെ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് പിന്നെ താമസിപ്പിച്ചില്ല. അപ്പൊ തന്നെ അവിടെ ഇരുന്ന് ചായം കുടിച്ചിട്ട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പോന്ന്. ധർമ്മജൻ അവളുടെ ഫോൺ മേടിച്ചിട്ട് എന്റെ നമ്പർ അതില് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഒരെണ്ണം തെറ്റിച്ചിട്ട്. ഇല്ല, അവനെ തെറ്റിപ്പോയിട്ട് അവന് ഞാനും കൂടെ തിരിച്ചു വന്നു. തിരിച്ചു വരാൻ രസമായിരുന്നു. തിരിച്ചു വരുമ്പോ ഒരു വണ്ടി, അവിടുത്തെ ഒരു ഹിന്ദിക്കാരൻ ഓടിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. ഹിന്ദിക്കാരൻ ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളുടെ പണി എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ മിമിക്രി കാണിക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞപ്പോ അവൻ ഒടുക്കത്തെ മിമിക്രിക്കാരൻ. അവൻ ബോംബെയിൽ നിന്ന് പൂനെ വരെ ഹിന്ദി നടന്മാരുടെ ശബ്ദം നമുക്ക് ആരെ അറിയാൻ പാടില്ല. നമ്മള് ആക്കി കേട്ട് പോയി. അങ്ങനെ പെണ്ണ് കണ്ട് കെട്ടിയതാ.